അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ വാക്കുകൾ കിട്ടാതെ അമ്മയെ ഒന്ന് വിതുമ്പി. ഇയാൾക്കിത് എന്താ എത്ര വട്ടം പറഞ്ഞിട്ടും എനിക്ക് തന്നെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് എത്ര വട്ടം പറഞ്ഞതാ. ഇഷ്ടാണെന്ന് പോലും. എന്ത് ഇഷ്ടം? പഠിക്കാനുള്ള സമയത്ത് പഠിക്കാൻ നോക്കൂ കൊച്ചേ, അല്ലാതെ ആളെ മെനക്കെടുത്താൻ പുറകെ നടക്കുകയല്ല വേണ്ടത്. ദേഷ്യത്തോടെ കാശി തിരിഞ്ഞു നടന്നു. അമ്മുവിന്റെ വിതുമ്പൽ പുറകിൽ നിന്ന് അവന് കേൾക്കാമായിരുന്നു. എന്നാലും ചെവി കൊടുക്കില്ല കാശി. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല ഇന്നേ വരെ. അല്ലെങ്കിലും ഇപ്പോൾ അവളേക്കാൾ ഉള്ളു നോവുന്നത് കാശിയുടേതാണ്. അത്രയും ഇഷ്ടമാണ് അവന് അമ്മുവിനെ. പക്ഷെ ആ ഇഷ്ടം പ്രകടിപ്പിച്ച അതൊരു പക്ഷെ നന്ദികേടായി പോവും. ഓർമ്മ വെച്ച നാൾ മുതൽ കാശിയുടെ അച്ഛൻ ദിനേശനാണ് ചിറ്റയടത്ത് വീടിന്റെ കാര്യസ്ഥൻ. അവിടത്തെ ഏക പെൺതരിയാണ് അമ്മയ എന്ന അമ്മു. അച്ഛന്റെ കാലശേഷം കാര്യസ്ഥപ്പണി മുഴുവനായും ഏറ്റെടുത്തില്ലെങ്കിലും ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും കാശിയെ തന്നെയാണ് തറവാട്ടിലുള്ളവർ വിളിക്കാറുള്ളത്. വളരെ ചെറുപ്പത്തിൽ കാണാൻ തുടങ്ങിയതാ അവൻ അമ്മുവിനെ. കൗമാരത്തിൽ എപ്പോഴോ കാശിയുടെ ഉള്ളിലേക്ക് അവൾ കയറുകയും ചെയ്തു. ആദ്യം പ്രണയം തോന്നിയത് ഒരു പക്ഷെ കാശിക്ക് തന്നെ ആയിരിക്കും. പക്ഷെ സ്വന്തം നില മറക്കാൻ കാശി ഒട്ടും ഒരുക്കമല്ലായിരുന്നു. അമ്മുവിന്റെ അച്ഛനോട് താൻ ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും അത് എന്ന് അവൻ വിശ്വസിച്ചു. അതേപോലെ അമ്മുവിന് തന്നേക്കാൾ നല്ലൊരു ആളെ ഭർത്താവായി കിട്ടുമെന്നും ഒപ്പം നല്ലൊരു ജീവിതവും ഉണ്ടാവുമെന്നും കാശി ആഗ്രഹിച്ചു. രാജകുമാരിയെ പോലെ ജീവിക്കുന്നവളാണ്. അവളെ ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് അവന് തോന്നിപ്പോയി. വായനശാലക്ക് അടുത്തായിട്ട് തന്നെ കാശി ഒരു ട്യൂഷൻ സെന്റർ ഇപ്പോൾ നടത്തുന്നുണ്ട്. കുറേയേറെ PSC എക്സാം എഴുതിയിട്ടിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിലെല്ലാം കാശിയുടെ പേരുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ന് കരുതി അതുവരെ അമ്മുവിനെ പറഞ്ഞു നിർത്തുക എന്ന് വെച്ചാ അത് ചിലപ്പോ അവളുടെ ഭാവിയെ ബാധിച്ചാലോ എന്ന പേടിയാണ് കാശിക്ക്. ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി. അമ്മയുടെ കണ്ണുകളിലെ തിളക്കത്തിന് കാശിയെ കാണുമ്പോൾ മാത്രമാണ് മാറ്റുകൂടിയത്. കാശി എത്രയൊക്കെ മുഖം തിരിച്ചു നടന്നാലും ഒരകലം പാലിക്കാൻ ശ്രമിച്ചാലും അവന്റെ വഴികളിലൊക്കെ ഒരു തണൽ പോലെ അമ്മു എത്തിച്ചേർന്നു. തറവാട്ടിലെ കാര്യങ്ങൾക്ക് എത്തുമ്പോഴും നാട്ടുവഴികളിൽ വെച്ച് അവർ കാശിയുടെ മുന്നിൽ ചെന്ന് നിൽക്കും. ആ മുഖത്തെ അവഗണനയുടെ മൂടുപടത്തിന് പിന്നിൽ കനലായി എരിയുന്ന പ്രണയമുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായി അമ്മുവിന് അറിയാമായിരുന്നു. കാശിയേട്ടാ, ഒന്ന് നിന്ന്. എത്ര നാൾ ഇങ്ങനെ എന്നോട് മിണ്ടാതിരിക്കും? എനിക്കറിയാം കാശിയേട്ടന്റെ ഉള്ളിൽ ഞാൻ മാത്രാണുള്ളതെന്ന്. അച്ഛനോടുള്ള നന്ദിയും തറവാട്ടിലെ അവസ്ഥയൊക്കെ ഓർത്ത് എന്നെ തള്ളി പറയുമ്പോ കാശിയേട്ടന്റെ ഉള്ളു പിടയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് മനസ്സ് തുറന്ന് പറഞ്ഞൂടെ? എനിക്ക് വേറൊന്നും വേണ്ട കാശിയേട്ടാ. വഴിയരികിൽ വെച്ച് തടഞ്ഞു നിർത്തി കണ്ണുകളിൽ കണ്ണീർ നിറച്ച് അമ്മു കെഞ്ചുമ്പോ കാശിയുടെ നെഞ്ചു പിളരുന്നത് പോലെ തോന്നും. എങ്കിലും അവൻ മുഖത്തെ കാഠിന്യം ഒട്ടും കുറച്ചില്ല. നീ വെറുതെ വേണ്ടാത്ത സ്വപ്നം കണ്ട് സമയം കളയണ്ട അമ്മു. അനാവശ്യമായി എന്റെ പുറകെ നടന്ന് നിന്റെ വില കളയരുത്. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു തോന്നലുമില്ല. പഠിച്ചൊരു നിലയിലാകാൻ നോക്ക്. കടുപ്പത്തിൽ അത്രയും പറഞ്ഞ് അവൻ വേഗത്തിൽ നടന്നു നീങ്ങും. പക്ഷെ തിരിഞ്ഞു നടക്കുമ്പോ കാശിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നെഞ്ചില് വിങ്ങൽ പുറത്തറിയിക്കാതിരിക്കാൻ അവൻ അതരം കടിച്ചമർത്തിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് അമ്മുവിന്റെ ഡിഗ്രി പരീക്ഷാഫലം വന്നത്. ഉയർന്ന മാർക്കോടെ അവൾ പാസ്സായി. തുടർ പഠനത്തിനായി ടൗണിലെ വലിയ കോളേജിൽ പ്രവേശനം നേടണം എന്നതായിരുന്നു അമ്മുവിന്റെ ആഗ്രഹം. എങ്കിലും പോകുന്നതിന് മുമ്പ് കാശിയുടെ നാവിൽ നിന്ന് ഇഷ്ടാണെന്ന ഒരൊറ്റ വാക്ക് അവൾ ആഗ്രഹിച്ചു. പക്ഷെ കാശി മാത്രം ഒരു മഞ്ഞുമല പോലെ അങ്ങനെ തന്നെ നിന്നു. എന്നാൽ കാര്യങ്ങൾ മാറിമറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല. അമ്മുവിന്റെ മുറച്ചെറുക്കൻ ഹരിക്ക് അവളെ ജീവനായിരുന്നു. ചെറുപ്പം മുതലേ അവളായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷെ അമ്മുവിന്റെ കണ്ണുകൾ കാശിയെയാണ് തിരയുന്നതെന്നും അവളുടെ ഹൃദയം കാശിക്കായി മാത്രമാണ് തുടിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ നിമിഷം ഹരി സ്വയം പിൻവാങ്ങിയതാണ്. ഒരു നിഴൽ പോലെ അവൾക്ക് കാവലായി നിൽക്കുമ്പോഴും സ്വന്തം പ്രണയം അവൻ ഉള്ളിലൊതുക്കി. ചിറ്റയടത്ത് തറവാട്ടിൽ അമ്മുവിന്റെ കല്യാണാലോചനകൾ ശക്തമായി. അച്ഛൻ മാധവൻ പിള്ളക്കും കുടുംബത്തിനും അമ്മുവിനെ ഹരിക്ക് നൽകാനായിരുന്നു പൂർണ്ണ സമ്മതം. ഹരിയേക്കാൾ നല്ലൊരു ചെറുക്കനെ അമ്മുവിന് കിട്ടില്ലെന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിച്ചു. എന്നാൽ തുടർ പഠനത്തിന് ടൗണിൽ പോകുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയമെങ്കിലും നടത്താമെന്ന നിർദ്ദേശം വന്നപ്പോ
അമ്മു അതിനെ ശക്തമായി എതിർത്തു. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്റെ സമ്മതമില്ലാതെ ഈ വീട്ടിൽ ഒരു നിശ്ചയവും നടക്കില്ല. അമ്മു തറപ്പിച്ചങ്ങ് പറഞ്ഞു. അവളുടെ വാശിക്കു മുമ്പിൽ വീടൊന്നാകെ വിറച്ചു. അച്ഛനും അമ്മയും എത്രയോ ഉപദേശിച്ചു, ഇടക്ക് വഴക്കും പറഞ്ഞു. പക്ഷെ അമ്മ ഒരടി പോലും പിന്നോട്ട് വെച്ചില്ല കേട്ടോ. ഒടുവിൽ വലിയ വഴക്കുകളിലേക്ക് വഴിമാറി. അന്നൊരു സന്ധ്യക്കാണ് മാധവൻ പിള്ളയെ തേടി കാശി തറവാട്ടിലെത്തുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തം അച്ഛനെ പോലെ കാശിയുടെ പഠിപ്പും കുടുംബത്തിന്റെ പട്ടിണിയും മാറ്റാൻ താങ്ങായി നിന്ന മനുഷ്യനാണത്. എന്തുപറ്റി മാധവേട്ട? എന്തുപറ്റിയൊരു സങ്കടം? കാശി മെല്ലെ ചോദിച്ചു. മാധവൻ പിള്ള ദീർഘനിശ്വാസമെടുത്ത് കാശിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ പറയേണ്ടത് കാശി? അമ്മുവിന്റെ കാര്യോർത്ത് എനിക്കൊരു ഉറക്കം വരുന്നില്ല. ഹരിയെ പോലെ ഒരു പയ്യൻ അവളെ പൊന്നുപോലെ നോക്കും. എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. പക്ഷെ അവളൊരു പൊടിക്ക് സമ്മതിക്കുന്നില്ലടാ. വലിയ വഴക്കാണ് വീട്ടിൽ. അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പെരുമാറ്റം കണ്ടാ അങ്ങനെ തോന്നിപ്പോവും. അത്രയും പറഞ്ഞ് ആ വൃദ്ധൻ കണ്ണുകൾ തുടച്ചു. അവളുടെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നിനക്കറിയാമോ കാശി? മാധവൻ പിള്ളയുടെ ആ വാക്കുകൾ കാശിയുടെ നെഞ്ചിലേക്ക് മൂർച്ചയുള്ള ഒരു അസ്ത്രം പോലെ തറച്ചു കയറി. തനിക്ക് അക്ഷര വെളിച്ചവും ആഹാരവും തന്ന് വളർത്തിയ മനുഷ്യൻ തനിക്ക് മുന്നിൽ നിന്ന് സ്വന്തം മകളെ ഓർത്ത് സങ്കടക്കണ്ണീർ വാർക്കുന്നു. ആ നിമിഷം കാശിയുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയത്തിന്റെ അവശേഷിച്ച തരിമ്പ് പോലും വെണ്ണീറായി മാറി. ഹരി എത്ര നല്ല മനുഷ്യനാണെന്ന് കാശിക്കറിയാം. അമ്മു അവന്റെ കൂടെ ജീവിച്ച ഒരു രാജകുമാരിയെ പോലെ വാഴാം. താൻ അവളെ തന്റെ ദാരിദ്ര്യത്തിലേക്കും അനിശ്ചിതത്വത്തിലേക്കും വലിച്ചിഴച്ച അത് താൻ ഈ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാവുമെന്ന് കാശിക്ക് തോന്നി. അമ്മുവിനെ തന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പറിച്ചെറിയണം. അതിന് അവളെ ആവോളം മുറിവേൽപ്പിക്കേണ്ടി വന്നാലും വേണ്ടില്ല. കാശി ആ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ജോലി തിരക്കുകളുടെ കാര്യം പറഞ്ഞ് കാശിയേട്ട ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഇപ്പോൾ എന്ന് ഓർത്തുപോയി അമ്മു. ടൗണിലേക്ക് പോകുന്നതിന് മുന്നേ ആളെ ഒരു നോക്ക് കാണാൻ അവളുടെ ഉള്ളു പിടച്ചുകൊണ്ടിരുന്നു. കൂട്ടുകാരിയെ കാണണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി കാശിയുടെ വീട് കണ്ടപ്പോഴേ ഉള്ളിൽ ഒരു സന്തോഷമായിരുന്നു. കാശിയും അമ്മയും മാത്രമേ അവിടെയുള്ളൂ. അകത്തേക്ക് കടന്നപ്പോൾ തന്നെ കണ്ണുകൾ കാശിയേട്ടനെ കാണാൻ പരതി നോക്കിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ ഓരോ അണുവിലും അവനാണെന്ന് ഓർത്തുപോയി അമ്മു. മുറിയിൽ പുറംതിരിഞ്ഞു നിന്ന കാശിയേട്ടനെ കണ്ടപ്പോൾ തന്റെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. ഇത്രയും ദിവസം ഒന്ന് കാണാൻ പോലും സാധിക്കാത്തത് നെഞ്ചിൽ നോവ് പടർത്തി. ഇനി മുതൽ ഈ മുഖം കാണാതിരിക്കുന്നതിനെ കുറിച്ച് ഓർത്തപ്പോൾ ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നി അമ്മുവിന്. പതിയെ അരികിൽ ചേർന്ന് നിന്ന് പുറകിലൂടെ കാശിയേട്ടനെ പുണർന്നു. നിയന്ത്രണം വിട്ട് അമ്മു കരഞ്ഞുപോയി. പതിയെ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് കാശിയേട്ട എന്നെ അഭിമുഖമായി നിർത്തി. കാശിയേട്ട, എന്നിങ്ങനെ അവഗണിച്ചു മതിയായില്ലേ? ഇനിയും വേദനിപ്പിക്കല്ലേ. 2 ദിവസം കഴിഞ്ഞാ ഞാനങ്ങ് പോവും കേട്ടോ. അതിനു മുമ്പേ എന്നെ സ്നേഹിക്കുന്നെന്ന് ഒരു വട്ടെങ്കിലും പറയുവോ? കാശിയുടെ മൗനമായ നൃത്തം അമ്മുവിനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങളില്ലെങ്കിൽ ഞാൻ വെറും ആത്മാവില്ലാത്ത ശരീരം മാത്രാണ്. ഇനിയും വിഷമിപ്പിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് ക്രൂരനാണ്. ആ നെഞ്ചിൽ കൈകൾ കൊണ്ട് തല്ലിയ അമ്മു ആർത്ത് കരഞ്ഞു. പെട്ടെന്ന് കാശി അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ശക്തിയായി അമ്മുവിനെ ചുമരിൽ ചേർത്ത് നിർത്തി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുറച്ചു നിമിഷം തങ്ങളുടേതായ ഒരു ലോകം. നെഞ്ചിരിപ്പിന്റെ ശബ്ദം രണ്ടുപേർക്കും പരസ്പരം കേൾക്കാം. ശ്വാസം പോലും എടുക്കാൻ വിസ്മരിച്ച നിമിഷങ്ങൾ. നിനക്ക് മറുപടിയല്ലേ വേണ്ടത്? ഇപ്പോൾ നീ ശാന്തയാകണം. നാളെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവും. തൽക്കാലം നിനക്ക് പോവാം. അത്രയും പറഞ്ഞ് കാശിയേട്ടൻ എന്റെ കൈകൾ സ്വതന്ത്രമാക്കി. മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ഒരു നിമിഷം ഒന്നും മനസ്സിലാവാതെ ഞാൻ ആ നിൽപ്പ് നിന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും കാശിയേട്ടൻ പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സ് നിറയെ. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത്. ചെറിയൊരു ഉൾഭയം തോന്നാതിരുന്നില്ല. ഫോൺ എടുത്ത് നമ്പർ നോക്കിയപ്പോ കാശിയേട്ടൻ കോളിംഗ് എന്ന്. ഫോണിൽ പച്ച ബട്ടൺ തൊടുമ്പോ ഉള്ളിലെ ഭയം വർദ്ധിച്ചു വന്നു. നാളെ രാവിലെ ആൾത്തറയിൽ കാണാം. ഞാൻ അവിടെ ഉണ്ടാവും. താനും വരണം. എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുമ്പേ ഫോൺ അങ്ങ് കട്ടായി. പതിവിലും വിപരീതമായി ഒരുപാട് ഗൗരവമുള്ളതായി തോന്നി ആ ശബ്ദത്തിന്. ഒരു പതർച്ചയും ഇല്ലാതെ കാശിയേട്ട ഇതുവരെ തന്നോട് സംസാരിച്ചിട്ടില്ല. പലപ്പോഴും തന്റെ സ്നേഹത്തിന് മുന്നിൽ കാശി പതറിയിട്ടുണ്ടെന്ന് അമ്മുവിനറിയാം.
രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുങ്ങുമ്പോഴുമെല്ലാം ഉള്ളിൽ ഒരു കടൽ അലയടിക്കുന്നുണ്ടായിരുന്നു. സാധാരണ നടക്കാറുള്ള വഴിയായിരുന്നിട്ട് പോലും ദൂരെ കൂടുതൽ അമ്മുവിന് അനുഭവപ്പെട്ടു. ഒരുപക്ഷെ മനസ്സിന്റെ വേഗതക്കൊപ്പം കാലുകൾക്ക് എത്താൻ കഴിയാഞ്ഞിട്ടാവും. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കാശിയേട്ടനെ കണ്ടപ്പോ എന്തോ ഒരുപാട് സന്തോഷം തോന്നി അമ്മുവിന്. ഒരു പുഞ്ചിരി സമ്മാനിച്ചെങ്കിലും ആ മുഖം ഗൗരവത്തിലാണ് കേട്ടോ. കയ്യിലിരിക്കുന്ന പ്രസാദം ഏട്ടന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കാൻ ഞാൻ മുന്നോട്ട് നീങ്ങി. പെട്ടെന്നാണ് നീലധാവണിയിൽ ഒരു പെൺകുട്ടി കാശിയേട്ടന്റെ അരികിൽ നിന്ന് ഏട്ടന് പ്രസാദം തൊട്ടുകൊടുക്കുന്നത് കാണുന്നത്. ഒരു പതർച്ചയുമില്ലാതെ കാശിയേട്ടൻ അവൾക്ക് പുഞ്ചിരിച്ചു കൊടുത്തു. അവളെ ചേർത്ത് പിടിച്ച് ഏട്ടൻ എന്റെ അടുത്തേക്ക് വരുമ്പോ മുന്നോട്ട് വെച്ച കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെട്ടു. കൈയും കാലുമെല്ലാം തളർന്നൊരവസ്ഥ. നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നു കേട്ടു. കാശിയേട്ടനൊപ്പം ആ പെൺകുട്ടിയും എന്റെ മുന്നിൽ സ്ഥാനം ഉറപ്പിച്ചു. ആ കുട്ടിയുടെ നോട്ടത്തിൽ എന്നോടുള്ള സഹതാപം നിറഞ്ഞു നിന്നിരുന്നു. അമേയ, തനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവൾ. ഒന്നും മനസ്സിലാവാതെ ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇത് ധന്യ, എന്റെ ഭാവി വധു. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. തന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു, തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇനി അങ്ങനെ ഒന്നും കാണാനും കഴിയില്ല. ഈ ജന്മം ധന്യക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. കാശിയേട്ടന്റെ വാക്കുകൾ കൂരമ്പുകൾ കണക്കെ എന്റെ ഹൃദയത്തിൽ തറഞ്ഞു നിന്നു. പിന്നിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ താഴേക്ക് ഊർന്നിരുന്നു. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഇത്രയൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടും ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് വന്നില്ല എന്നതാണ്. ഒന്നും പറയാതെ മണ്ണിലിരുന്ന് തന്നെ നോക്കുന്ന അവളെ കണ്ടപ്പോ നെഞ്ചു നുറുങ്ങുന്നുണ്ടായിരുന്നു കാശിക്ക്. അവരെ ഒരുമിച്ച് കാണുമ്പോൾ എല്ലാം ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി അമ്മുവും. ഒന്ന് കരയുക പോലും ചെയ്യാതെ അവൾ ഇരിക്കുന്നത് കണ്ടപ്പോ കാശിക്ക് ഭയം തോന്നി. ഒരുപക്ഷെ ഒന്ന് ഉള്ളു പൊട്ടിക്കരഞ്ഞ അവൾക്ക് അല്പം ആശ്വാസമായിരിക്കും. ഇത് അവൾക്ക് വേണ്ടിയുള്ള അവസാന നാടകമാണ്. ഇനിയും ഈ ഗതിയില്ലാത്തവന് വേണ്ടി അവൾ അലയരുത്. അവളും ഹരിയും തമ്മിലാണ് ജീവിക്കേണ്ടത്. ഇതിനിടയിൽ ഒരു കരടായി ഇനിയും നിന്നുകൂടാ. കാശി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അമ്മു, തനിക്ക് അറിയേണ്ടതെല്ലാം അറിഞ്ഞില്ലേ? ഇനി തനിക്ക് പോവാം. ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരാളായി താൻ ഇനി വരരുത്. എനിക്കത് ഇഷ്ടല്ല. പിന്നെ താൻ ഒരു കാര്യം മനസ്സിലാക്കണം. സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ല, മനസ്സറിഞ്ഞ് നൽകേണ്ടതാണ്. മനസ്സ് മുഴുവൻ നീറിപ്പുകയുകയായിരുന്നു. പതിയെ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് അവർക്ക് അഭിമുഖമായി നിന്നു. ധന്യയുടെ മുഖത്ത് സങ്കടവും ദയനീയതയുമായിരുന്നു. അവളുടെ അരികിൽ ചെന്ന് നെറുകയിൽ കൈവച്ച് അങ്ങ് അനുഗ്രഹിച്ചു. താൻ ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാ. സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. എന്റെ കയ്യിൽ രണ്ടും അവളുടെ കൈകൾ ചേർത്ത് അവൾ വിങ്ങി. ശപിക്കരുത് ചേച്ചി. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, ശപിക്കാൻ അറിയില്ല. അത്രയും പറഞ്ഞ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് എന്റെ ഭാവമാറ്റം കാശിയേട്ടനെ ഞെട്ടിച്ചിരുന്നു. ഞാൻ വെറൊരു പൊട്ടിപ്പെണ്ണാണല്ലേ കാശിയേട്ട. സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച് ഇനിയും മണ്ടിയാവാം എനിക്ക് വയ്യ. അടുത്ത ജന്മെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണം. ഈ നെഞ്ചിലെ ചൂട് പറ്റി ഒന്ന് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. മറുപടിക്ക് കാത്തു നിൽക്കാതെ അമ്മു പതിയെ നടന്നു തുടങ്ങി. വീടെത്തിയപ്പോഴും ഒരു തരം മരവിപ്പായിരുന്നു അമ്മുവിന്. എന്റെ ശരീരത്തോടും മനസ്സിനോടും വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. കാശിയില്ലാതെ അമ്മു അപൂർണയാണ്. ഇത്രയും കാലം കെട്ടിയ വിഡ്ഢിവേഷത്തെക്കുറിച്ച് ഓർത്തപ്പോ ഉള്ളിൽ പുച്ഛം നിറഞ്ഞു. വീട് മൊത്തം ബഹളമയം. തലവേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മുകളിലെ മുറിയിൽ കടന്ന് വാതിൽ അടച്ചു. ഇപ്പോഴും കരയാൻ സാധിക്കുന്നില്ല. വാതിൽ തുറന്ന് അമ്മയുടെ മുറിയിൽ കയറി ഉറക്കഗുളിക എടുത്തു കൊണ്ടുവന്നു. അതിന്റെ മൂടി തുറന്ന് ആവശ്യത്തിൽ കൂടുതൽ ഗുളികകൾ കയ്യിലേക്ക് ഇടുമ്പോ ഞാൻ ഒട്ടും പതറിയില്ല. ഇനി എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ജീവിക്കണം എന്ന് മാത്രമായിരുന്നു ചിന്ത. വെള്ളം തൊടാതെ അത് വിഴുങ്ങുമ്പോ ഒരു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞില്ല. ഇനി ഈ ഭൂമി ഞാൻ എന്തിനാ എന്നൊരു തോന്നലായിരുന്നു. അവസാനമായി ഒരു വട്ടം കൂടെ ആ സ്വരം കേൾക്കണമെന്ന് തോന്നി ഫോൺ എടുത്ത് കാശിയേട്ടന്റെ നമ്പർ ഡയൽ ചെയ്തു. മനമുരുകുന്ന വേദനയിലാണ് കാശി വീട്ടിൽ കയറി ചെന്നത്. ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ മരവിപ്പ് മാത്രമായി നിൽക്കുന്ന അമ്മുവിന്റെ മുഖം അത്രമേൽ അവന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. സഹോദരിയെ പോലെ കാണുന്ന ഒരു കുട്ടിയുമായി ഇന്ന് അവൾക്ക് മുന്നിൽ നടത്തിയ നാടകം അവന്റെ മനസ്സിൽ ഓടി മറഞ്ഞു. പോവാൻ നേരം ധന്യയും പറഞ്ഞിരുന്നു, എന്നോടുള്ള സ്നേഹത്തിന്റെ തിരയിളക്കമാണ് അമ്മുവിന്റെ കണ്ണുകളിൽ അവൾ കണ്ടതെന്ന്. കൂട്ടിലടക്കപ്പെട്ട വെരുകിനെ പോലെ ഞാൻ മുറിയിൽ കിടന്നു പാഞ്ഞു. ശ്വാസം കിട്ടാത്ത അവസ്ഥ. ഇനി അവൾ ജീവിതത്തിൽ ഇല്ല എന്നത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും തോറും എന്നെ തന്നെ നഷ്ടമാവുന്ന പോലെ.
ഭ്രാന്തമായി മുറിയിലെ വസ്തുക്കളെല്ലാം തല്ലി തകർത്തു. അലറി അലറി കരഞ്ഞു. നെഞ്ചുപൊട്ടി ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചു. തളർന്ന് ഞാൻ തറയിൽ കിടന്നു തേങ്ങി. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. ഫോണിലെ നമ്പർ കണ്ടപ്പോ ഉള്ളിലൂടെ ഒരു തരിപ്പ് കയറിയ പോലെ. എടുക്കണോ വേണ്ടയോ എന്ന് 100 വട്ടം ആലോചിച്ചു. എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫോൺ എടുത്ത് ചെവിയിൽ ചേർത്ത് പിടിച്ച് അവളുടെ നിശ്വാസം മാത്രം എന്റെ ചെവിയിൽ അലയടിച്ചു. കുറച്ചു നേരത്തേക്ക് പരസ്പരം ഒന്നും മിണ്ടിയില്ല. ഹൃദയങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെതായ ഭാഷയിൽ. കാശിയേട്ടാ, അവൾ പതിയെ വിളിച്ചു. എന്നെ ഇഷ്ടമല്ലെന്നറിയാം. എന്റെ ശബ്ദം കേൾക്കുന്നതും ഒരു പക്ഷെ ദേഷ്യമായിരിക്കാം. പക്ഷെ എനിക്ക് വെറുക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും എന്നോടൊന്ന് പറയോ? ആ സ്വരം ഒന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ്. അമ്മു, തന്നോട് ഞാൻ പറഞ്ഞു ഇനിയും എന്നെ ശല്യം ചെയ്യരുതെന്ന്. ഇല്ല ഏട്ടാ, ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവളുടെ ആ വാക്കുകളിൽ ഞാൻ ഒന്ന് ഞെട്ടി. അമ്മു, താൻ എന്തൊക്കെയാ പറയുന്നത്? ഒരു കുഞ്ഞു മുത്തം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. നാളെ എന്റെ ജീവനറ്റ ശരീരത്തിന് അത് സമർപ്പിക്കണം. നെഞ്ചിൽ കത്തിയിറങ്ങുന്ന വേദന അനുഭവപ്പെട്ടു. അവൾ എന്തെങ്കിലും അവിവേകം? പല ചോദ്യങ്ങളും മനസ്സിൽ ഉതിർന്നു കാശിക്ക്. അമ്മു, താൻ? അപ്പുറത്തെ നിന്നും ഫോൺ കട്ടായി. അമ്മു, ഹലോ? ഒരിക്കൽ കൂടെ അവളെ വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ്. കഠിനമായ ഭയം ഉള്ളിൽ രൂപപ്പെട്ടു. പെട്ടെന്ന് വീടിന് പുറത്ത് വന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവൾക്ക് പകരമായി എന്റെ ജീവൻ സമർപ്പിക്കാം. അവൾക്കൊരാപത്തും പിണയരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു പോയിരുന്നു കാശി. ജീവൻ ശരീരത്തിൽ നിന്നും വേർപെടുന്നതിന് മുന്നേയുള്ള മുന്നറിയിപ്പുകളെല്ലാം ശരീരം കാണിച്ചു തുടങ്ങിയിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങി. ശ്വാസനിശ്വാസങ്ങൾ കൂടി വന്നു. നെഞ്ചെടുപ്പ് കൂടി. തല ചുറ്റും പോലെ അനുഭവപ്പെട്ടു. ഒരുപക്ഷെ താൻ രക്ഷപ്പെടുമോ എന്ന ചിന്ത മനസ്സിൽ അലയടിച്ചു. ഇനി കാശിക്കും ധന്യക്കും ഇടയിൽ ഒരു അധികപ്പറ്റായും താൻ ഉണ്ടാവരുത് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. പതിയെ പതിയെ ബോധം മറയുന്ന പോലെ തോന്നി. ചിറ്റയടത്ത് വീട്ടിലെത്തിയ പാടെ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി. ഉമ്മർത്തിരിക്കുന്ന അച്ഛനെയോ അമ്മയോ വകവെക്കാതെ അകത്തെ മുറിയിലേക്ക് ഓടി ഹാൾ കടന്നു ഓടുമ്പോ മാധവേട്ടന്റെ പിൻവിളി കാശി കാര്യമാക്കിയതേയില്ല. മുകളിൽ അമ്മുവിന്റെ മുറിയിലെത്തി വാതിൽ തട്ടി വിളിച്ച് പ്രതികരണം ഒന്നും കേൾക്കാതിരുന്നപ്പോ നെഞ്ചിടിപ്പിന്റെ ആക്കം കൂടിക്കൂടി വന്നു. ശക്തിയായി വാതിൽ ചവിട്ടി തുറക്കുമ്പോ അവൾക്കൊന്നും വരരുതേ എന്ന് കാശി 100 വട്ടം പ്രാർത്ഥിച്ചു. വാതിൽ തുറന്ന് നിലത്ത് തളർന്നു കിടക്കുന്ന അമ്മുവിനെ കണ്ടപ്പോ ഒരു നിമിഷം അവന് മരവിപ്പായിരുന്നു. അമ്മു, മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവളെ ഇരു കൈകളിലേക്കും വാരിയെടുക്കുമ്പോ ഞാൻ ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായമാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ ത്രാണിയില്ലാതെ അവൻ മിഴിനീർ വാർത്തു. ഹോസ്പിറ്റലിൽ എത്തി ഐസിയുയിലേക്ക് കൊണ്ടുപോകുമ്പോ അവൾ എന്തൊക്കെയോ വെപ്രാളം കാണിച്ചു തുടങ്ങി. തിരിച്ചു തന്നാ ഇനി ഒന്നിന്റെ പേരിലും അവളെ വിട്ടുപോയില്ല എന്ന് ദൃഢമായി തീരുമാനിച്ചു. അവിടെ ആകമാനം ഒരു ശ്മശാന മൂകതയായിരുന്നു. പൊട്ടിക്കരയാൻ പോലും കഴിയാതെ ഞാൻ ഇരുന്നപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾക്ക് വേണ്ടി പരതുകയായിരുന്നു സഞ്ജു. മരവിച്ചിരിക്കുന്ന അമ്മുവിന്റെ അച്ഛനെ കണ്ടപ്പോ ഉള്ളിൽ സങ്കടം കുന്നോളമായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ അമ്മുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ വന്ന് പറഞ്ഞപ്പോ നഷ്ടപ്പെട്ടത് എന്ത് തിരിച്ചു കിട്ടിയ നിർവൃതിയിലായിരുന്നു കാശി. ഓരോരുത്തരായി അവളെ ഐസിയുയിൽ കയറി കാണുമ്പോഴും ഒരു നോക്ക് അവളെ കാണാൻ കുതിച്ചു മാറി നിൽക്കാനായിരുന്നു കാശിയുടെ വിധി. അല്ലെങ്കിലും അവർക്ക് മുന്നിൽ ഞാൻ അമ്മുവിന്റെ ആരാണ്? ആരുമല്ല. അമ്മുവിന്റെ അച്ഛനും അമ്മയും ഞാനും മാത്രം ഹോസ്പിറ്റലിൽ അവശേഷിച്ചു. ഐസിയുവിന്റെ ചില്ലിലൂടെ നോക്കി കണ്ണു നിറക്കുന്ന എന്റെ ദയനീയത കണ്ടിട്ടാവണം നിങ്ങൾക്കുള്ളിൽ കയറി കാണണമെങ്കിൽ കണ്ടോളൂ. പക്ഷെ പേഷ്യൻസിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത് എന്ന് നേഴ്സ് വന്ന് പറഞ്ഞത്. നന്ദിയോടെ അവരെ നോക്കി അകത്തേക്ക് കടക്കാൻ തുനിഞ്ഞപ്പോഴാണ് ദൂരെ നിന്നും പ്രാണൻ നഷ്ടപ്പെട്ടവനെ പോലെ ഓടിപ്പിടഞ്ഞു വരുന്ന ഹരിയെ കണ്ടത്. അമ്മുവിന്റെ അച്ഛനോട് എന്തൊക്കെയോ സംസാരിച്ച് അവൻ എന്റെ അടുത്തേക്ക് വന്നു. രൂക്ഷമായി എന്നെ ഒന്ന് നോക്കി. എന്നോടൊന്നും മിണ്ടാതെ അമ്മുവിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് എന്റെ അടുത്തായി നിന്ന് നേഴ്സിനോട് ചോദിച്ചു. അവർ ഞങ്ങളത് ഇരുവരെയും മാറി മാറി നോക്കി. എന്റെയും അവന്റെയും മുഖത്ത് ഒരേ സങ്കടവും ദയനീയതയും ആയിരിക്കും ഒരുപക്ഷെ അവർ കണ്ടത്. ആരെങ്കിലും ഒരാൾക്ക് മാത്രം അകത്ത് കയറി കാണാമെന്ന് അവർ പറഞ്ഞപ്പോ എന്റെ വാക്കിനോ സമ്മതത്തിനോ കാത്തു നിൽക്കാതെ ഹരി തന്നെ ഉള്ളിൽ കയറി. നിശബ്ദം തേങ്ങാനേ കാശിക്ക് കഴിഞ്ഞുള്ളൂ. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പുറത്തു കടന്ന ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. കണ്ണുനീർ പിടിച്ചു കെട്ടാൻ അവനും കഴിഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് വന്ന് അവൻ ശക്തിയിൽ എന്റെ കവിളിൽ പ്രഹരിച്ചപ്പോൾ തടുക്കാൻ കാശിക്ക് കഴിഞ്ഞില്ല. അടികൊണ്ട കവിൾ തരിച്ചു പോയിരുന്നു. ഒരു തരം മരവിപ്പ് മാത്രം. പകച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി കാശി. നിനക്ക് വേണ്ടിയല്ലടാ ഞാൻ അവളെ വിട്ടു തന്നത്. അവളെ എന്നും സന്തോഷത്തോടെ കാണാല്ലേടാ ഞാൻ അവളെ മനസ്സിൽ നിന്ന് പറിച്ചു നിന്ന് കൈ തന്നത്.
എന്നിട്ടും നീ അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഹരി വീണ്ടും സംസാരിച്ചു തുടങ്ങി. കൊല്ലും ഞാൻ. ഇനിയും അവളെ നോവിച്ച ഇനി എങ്ങനെയാ പാവം നിന്നോടുള്ള ഇഷ്ടം തെളിയിച്ചു തരേണ്ടത്? നിന്റെ മനസ്സ് ഇത്രയും കല്ലാണോ? അത്രയും പറഞ്ഞ് കണ്ണു തുടച്ച് അവൻ നടന്നകലുമ്പോ ഞാൻ അറിയുന്നുണ്ടായിരുന്നു, ഞാൻ സൂര്യനും അവൻ ചന്ദ്രനുമാണെന്ന്. സൂര്യന്റെ പ്രണയ ചൂടിനെയാണ് എന്റെ അനു സ്നേഹിച്ചത്, ചന്ദ്രൻ പകരുന്ന പ്രണയ നിലാവിനേക്കാൾ. കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞത് അമ്മുവിന്റെ അച്ഛന്റെ മുഖത്തേക്കാണ്. ഞങ്ങളുടെ സംസാരം മുഴുവൻ അദ്ദേഹം കേട്ടു എന്ന് ആ മുഖഭാവത്തിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു. ആ അച്ഛന്റെ കണ്ണുനീരിന് മുന്നിൽ ഞാൻ പതറി തുടങ്ങി. മകളുടെ ആത്മഹത്യാ ശ്രമത്തിന്റെ കാരണക്കാരനാണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. പതിയെ അച്ഛൻ അടുത്തു വന്നു നിന്നു. മോനെ, എന്തിനാ എന്റെ കുട്ടി? എന്താ നിങ്ങൾ തമ്മിൽ? വാക്കുകൾ പലയിടത്തും മുറിഞ്ഞു. വലിയൊരു പൊട്ടിത്തെറി അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ച എനിക്ക് തെറ്റി. തികഞ്ഞ സങ്കടം മാത്രമായിരുന്നു ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നത്. അല്ലെങ്കിലും വേദനകൾ മാത്രം ഞാൻ സമ്മാനിച്ചിട്ടും എന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ അമ്മുവിന്റെ അച്ഛന് അങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കാൻ കഴിയൂ? കള്ളങ്ങൾ ഒന്നും പറയാൻ തുനിഞ്ഞില്ല. ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് കരഞ്ഞു. അർഹതയില്ലാത്തതുകൊണ്ടാ ഞാൻ അവഗണിച്ചത്, സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ജീവനാണ് അവൾ, പൊറുക്കണം. നിശബ്ദമായി അച്ഛൻ എന്റെ ചുമലിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം തട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ അച്ഛൻ സംസാരിച്ചു തുടങ്ങി. കാശി, നിനക്ക് എന്ത് യോഗ്യതക്കേടാണുള്ളത്? പണം കൊണ്ടാണോ സ്നേഹത്തെ അളക്കുന്നത്? കേവലം വില കുറഞ്ഞ കുറച്ച് ചിന്തകൾ കൊണ്ട് നിനക്ക് നിന്റെ പ്രാണനെ നഷ്ടായിരുന്നെങ്കിലോ? പതിയെ ആകാംക്ഷയോടെ ആ മുഖത്തേക്ക് നോക്കി. അമ്മു കണ്ടെത്തിയത് അവളുടെ നല്ല പാതിയെ മാത്രമായിരുന്നില്ല, അവളുടെ അച്ഛനും അമ്മക്കും ഒരു മകനെയും കൂടിയായിരുന്നു. നിന്നേക്കാൾ ഉത്തമൻ മറ്റാരുണ്ട് അവൾക്ക്? അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എന്റെ കുട്ടിയെ ഇനിയും സങ്കടപ്പെടുത്തരുത് കാശി, ഒരച്ഛന്റെ അപേക്ഷയായി കൂട്ടണം. ഒരല്പം മാറി നിന്ന് ഞങ്ങളുടെ സംസാരം കേട്ടു നിന്ന ഹരിയും കണ്ണുനീർ അടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തുമ്പോ ഉള്ളു നിറഞ്ഞ സ്നേഹം മാത്രമായിരുന്നു എന്റെ കൈമുതൽ. സ്നേഹിക്കാനും കൂടെ നിൽക്കാനും ഒരു പെണ്ണുണ്ടെങ്കിൽ ബാക്കിയെല്ലാം താനെ വരുമടാ. ആ അച്ഛൻ എനിക്ക് ഒരു അത്ഭുതമാവുകയായിരുന്നു. കണ്ണു നിറച്ച് അദ്ദേഹത്തെ നോക്കി. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ത്യാഗമായി കണക്കാക്കരുത്. നിന്നെപ്പോലെ ഒരു മകനെ കിട്ടാൻ ഈ അച്ഛനാണ് പുണ്യം ചെയ്തിരിക്കുന്നത്. ആ അച്ഛന്റെ വാക്കുകളിൽ എന്റെ മനസ്സിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന സങ്കടങ്ങൾ പെയ്തിറങ്ങുകയായിരുന്നു. സ്നേഹത്തോടെയുള്ള അദ്ദേഹത്തിന്റെ തലോടൽ ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ട എനിക്ക് ആരൊക്കെയോ കൂടെ ഉണ്ട് എന്ന തോന്നൽ തരുകയായിരുന്നു. പിന്നീട് എന്റെ അമ്മുവിനെ ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പായിരുന്നു. നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യം തോന്നി. അത്രയും പിടച്ചിലായിരുന്നു ഞാൻ. അടക്കി പിടിച്ച സ്നേഹം അത്രയും അണപൊട്ടിയൊഴുകാൻ വെമ്പൽ കൊണ്ടു. പ്രണയാർത്ഥമായി ആ മിഴികളിൽ കുറച്ചു നേരം നോക്കിയിരിക്കാൻ മനസ്സ് തുടിച്ചു. ഇത്രയും കാലം അവഗണിച്ചതിനെല്ലാം പകരമായി സ്നേഹം കൊണ്ട് അവളെ വീർപ്പ് മുട്ടിക്കാൻ തയ്യാറെടുത്തു. അമ്മയെ മുറിയിലേക്ക് മാറ്റുകയാണ് എന്ന നഴ്സിന്റെ വാക്കുകളാണ് എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. മുറിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അവൾ പാതിമയക്കത്തിലായിരുന്നു. ക്ഷീണവും വേദനയും വരച്ചു കാട്ടുന്ന ആ മുഖം എന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ഞാനാണല്ലോ ഇതിന് കാരണക്കാരൻ എന്ന കുറ്റബോധമായിരുന്നു ഉള്ളിൽ നിറയെ. അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പിടഞ്ഞോടുമ്പോ അവൾ പണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു ഹൃദയം നിറഞ്ഞ്. മരണം എന്നെ പുൽകുന്നതിന് മുന്നേ പറയണം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേ പ്രണയം പറയാൻ കുതിക്കുന്ന വേളയിൽ ഞാൻ ഇല്ലെങ്കിൽ മനമുരുകുന്ന ഉപ്പ് കണ്ണുനീരിനോ നീറിപ്പുകയുന്ന ഹൃദയത്തിന്റെ പശ്ചാത്തലത്തിനോ പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ വാക്കുകൾ എന്റെ ജീവൻ എടുക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു. കുറച്ചകലെയായി നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് അപ്പോഴേക്കും എല്ലാവരും എത്തിയിരുന്നു. അമ്മുവിന്റെ അച്ഛൻ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. പതിയെ അവൾ മിഴികൾ തുറന്ന് ചുറ്റിലും കണ്ണോടിച്ചു. പിന്നെ എല്ലാവരെയും മാറി മാറി നോക്കി. അല്പം ദൂരെയായി നിന്നിരുന്ന എന്നെ കണ്ടപ്പോൾ വീണ്ടും ആ മിഴികൾ ഈറനണിഞ്ഞു. അധരങ്ങൾ വിറച്ചു. എന്തോർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അമ്മുവിന്റെ അടുത്തായി അച്ഛനും അമ്മയും ചേർന്നിരുന്നു. ആ അമ്മ നിശബ്ദയായിരുന്നു. കരഞ്ഞു തളർന്ന ഒരവസ്ഥ. അമ്മ അവളുടെ നെറ്റിയിൽ തടവി തേങ്ങലോടെ നിന്നു. എന്നാലും എന്തിനാ എന്റെ കുട്ടി? അമ്മയുടെ വാക്കുകൾ തേങ്ങലിൽ അലിഞ്ഞു ചേർന്നു. പക്ഷെ അവൾ അപ്പോഴും മൗനത്തെ കൂട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കുറച്ചു നേരത്തേക്ക് അവിടെ നിന്നും മാറ്റാൻ ഹരി പാടുപെടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാത്രമായി കരഞ്ഞും പറഞ്ഞും തീർക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ ഒരുക്കി തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഹരി. മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായപ്പോ പതിയെ അവളുടെ അരികിൽ ചേർന്നിരുന്നു.
ആ മുടിയിൽ പതിയെ തലോടി അവളുടെ കൈ എത്തിച്ചു പിടിച്ച് അവൾ എന്റെ കൈകളെ വിലക്കി. പതിയെ എന്റെ കൈ തട്ടി മാറ്റി അവളുടെ അരികിൽ ഒന്നുകൂടെ ചേർന്നിരുന്ന് ശബ്ദം കുറച്ച് ഞാൻ ചോദിച്ചു, എന്താ, ഞാൻ തൊടുന്നത് ഇഷ്ടല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. കുറച്ചു സമയത്തേക്ക് കടുത്ത മൗനം. കാശിയേട്ടൻ സുഖമായി ജീവിച്ചോ? ആ കുട്ടി കാശിയേട്ടന് നന്നായി ചേരുന്നുണ്ട്. ഞാൻ ഒരു പൊട്ടിയായി പോയി. അതാ ഇങ്ങനെയൊക്കെ. എന്റെ അവിവേകമായി കണ്ട് പൊറുക്കണം. ഞാൻ ടൗണിലേക്ക് പോവുക. പിന്നെ കാശിയേട്ടന്റെയും ധന്യയുടെയും ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ ഇനി വരില്ല. വാക്കുകൾക്ക് വേണ്ടി അവൾ പരതി. മിഴികൾ വീണ്ടും ഇറഞ്ഞണിഞ്ഞു. പതിയെ അത് തേങ്ങലായി, പൊട്ടിക്കരച്ചിലായി. അപ്പോ എന്നെ സ്നേഹിച്ചത് അവിവേകമായി തോന്നുന്നുണ്ടോ? അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ കൈയെത്തിച്ച് എന്റെ അധരങ്ങളിൽ കൈ ചേർത്തു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൾ കൈ പിൻവലിച്ച് കളഞ്ഞു. കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. ഒന്നും മിണ്ടാതെ ഞാൻ മുറി വിട്ടിറങ്ങി. ഒരു പക്ഷേ ഇനിയും അവിടെ നിന്നാ എനിക്ക് എന്നെ തന്നെ നഷ്ടമാവും. രാത്രിയാവുമ്പോഴേക്കും ഹരി എല്ലാവരെയും തിരിച്ചു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു പക്ഷെ ഞങ്ങൾക്കിടയിലുള്ള അകൽച്ച കുറക്കാനായിരിക്കാം മറുത്തൊന്നും പറയാതെ അച്ഛൻ പോലും വിട്ടുനിന്നത്. എന്റെ സാമീപ്യമാണ് അവൾക്ക് സുരക്ഷിതത്വമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഹരി ഒരു മുറി വാടകക്കെടുത്തു. അവൾക്കുള്ള ഭക്ഷണവുമായി ഞാൻ ചെല്ലുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. പതിയെ അവളെ തട്ടി വിളിച്ചു. എന്നെ കുറച്ചു നേരം മിഴിച്ചു നോക്കി. പിന്നെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ഇരുട്ട് വീണിരുന്നു. അമ്മു, എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നു. എനിക്ക് വേണ്ട. മരുന്ന് കഴിക്കുമ്പോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റൂ. നീ എഴുന്നേറ്റ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയും അച്ഛനൊക്കെ എവിടെ? അവരൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ ഞാൻ മാത്രേ ഉള്ളൂ. എന്തിനു നിങ്ങൾ ഇവിടെ നിന്നത്? ഞാൻ നിങ്ങളുടെ ആരാ? എനിക്ക് കൂട്ടിയിരിക്കാൻ. മതിയായില്ല എന്നെ സങ്കടപ്പെടുത്തിയിട്ട്. മരിക്കാൻ ശ്രമിച്ചതാ ഞാൻ. അതും പരാജയപ്പെട്ടു. ഇനി നിങ്ങൾ തന്നെ ഒന്ന് കൊന്നു താ എന്നെ. നിങ്ങളെ സ്നേഹിച്ചതിന് പകരമായിട്ട്. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ചാലിട്ടിറങ്ങി. എന്റെ കണ്ണുകളും കലങ്ങി മറിഞ്ഞിരുന്നു. ഒന്നും മിണ്ടാതെ അവളെ ബലമായി എനിക്ക് അഭിമുഖമായി പിടിച്ചിരുത്തി കഞ്ഞി കോരി സ്പൂൺ അവൾക്ക് നേരെ നീട്ടി. അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. അടുത്ത് കിടന്ന മേശയിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചു. പേടിച്ചിട്ടെന്ന പോലെ അവൾ വായ തുറന്നു. പതിയെ പതിയെ അവളെ കഞ്ഞി കുടിപ്പിച്ചു. ഇടയ്ക്ക് എന്റെ കൈകളിൽ അവളുടെ കണ്ണുനീർ പതിയുന്നുണ്ടായിരുന്നു. അവൾ കട്ടിലിൽ തന്നെ തിരിച്ചു കിടന്നു. ഞാൻ അടുത്തു പോയി നിന്നിട്ടും അവൾ മുഖത്തേക്ക് നോക്കിയില്ല. അരികിലായി ചേർന്നിരുന്നു. അമ്മു, ആളൊന്നും മിണ്ടുന്നില്ല. ഡോ. എന്റെ മുഖത്ത് നോക്കാതെ അവളൊന്ന് മൂളി. താ എന്താടോ എന്റെ മുഖത്തേക്ക് നോക്കാത്തെ? ഒന്നും മിണ്ടാതെ അവൾ മുഖം തിരിച്ചു. പതിയെ അവളുടെ മുഖം ഞാൻ കൈക്കുള്ളിലാക്കി. ആ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. പിണക്കാണോ എന്നോട്? അവൾ അത്ഭുതത്തോടെ എന്നെ നോക്കി. പതിയെ ഒന്നൂടെ മുഖത്തേക്ക് എന്റെ മുഖം അടുപ്പിച്ചു. എന്റെയും അവളുടെയും ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി മാറിക്കൊണ്ടിരുന്നു. ശബ്ദം താഴ്ത്തി ഞാൻ പിന്നെയും സംസാരിച്ചു തുടങ്ങി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്നോട് പിണക്കാണോ എന്ന്? എന്റെ അമ്മൂട്ട എന്നോട് പൊറുക്കണം. ഇനി നിന്നെ ഒന്നിനും വിട്ടുകൊടുക്കില്ല. എന്റെ പെണ്ണ, എനിക്കായി ജനിച്ചവൾ, എനിക്ക് വേണ്ടി മാത്രം ജന്മം കൊണ്ടവൾ, എന്റെ പാതി. എന്റെ മിഴികളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ തുള്ളികൾ അവളുടെ മുഖമാകെ നനച്ചു. ഇനി ടൗണിലേക്ക് പോവോ? ഒരു കള്ളച്ചിരിയാൽ കാശിയേട്ടൻ അത് ചോദിക്കുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചത് പലതും വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ മരണം എന്നെ കീഴടക്കിയിരുന്നുവെങ്കിൽ. ആ മുഖത്തേക്കൊന്നു നോക്കി ഞാൻ മുഖം വീർപ്പിച്ചു പിടിച്ചു. ആ, ഞാൻ പോവും, അമ്മു പതിയെ പറഞ്ഞു. അപ്പൊ എന്നെ ഇഷ്ടല്ലേ? കാശി പതിയെ ചോദിച്ചു. അല്ല. ആ മുഖം വാടുന്നത് ഞാൻ അറിഞ്ഞു. കുറച്ചു വിഷമിക്കട്ടെ, എന്നെ കുറെ കരയിച്ചതല്ലേ. പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് എന്ന പോലെ കാശിയേട്ടൻ എന്റെ അരികിൽ വന്നിരുന്നു. പുരികമുയർത്തി എന്താ എന്ന ഭാവത്തിൽ ഞാൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ ചാര കണ്ണുകളിൽ കുസൃതി വിരിയുന്നത് ഞാൻ അറിഞ്ഞു. എന്തായാലും താൻ പോവുകയല്ലേ, അപ്പൊ കുറച്ച് കടങ്ങൾ തീർക്കാൻ ഉണ്ട്. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും തിരിച്ചു കൊടുക്കും. അപ്പോ നമ്മൾ തമ്മിലുള്ള കടങ്ങൾ തീർക്കുകയല്ലേ? സംശയരൂപേണ അമ്മു കാശിയുടെ മുഖത്തേക്ക് നോക്കി. നെറുകയിൽ നീ ഒരു ചുംബനം ചോദിച്ചിരുന്നു. നീ വാടിത്തളർന്ന് എന്റെ കൈകളിൽ കിടന്നപ്പോ ഒരു 100 വട്ടം ഞാൻ ഈ നെറുകയിൽ ചുംബിച്ചു. അതുപോലെ ഇനിയും കടങ്ങൾ ബാക്കിയില്ലേ? എന്തു കടം? എന്റെ നെഞ്ചിരിപ്പ് കൂടിക്കൂടി വന്നു. പതിയെ കാശിയേട്ടൻ മീശ പിരിച്ചു വെച്ച് എന്നിലേക്ക് അടുക്കാൻ തുടങ്ങി. കൈകൾ കൊണ്ട് ഞാൻ കാശിയേട്ടന്റെ ശ്രമത്തെ തടയാൻ നോക്കി. എന്റെ കൈകൾ പിറകിലേക്കായി പിടിച്ച് കാശിയേട്ടൻ എന്റെ കഴുത്തിൽ മുഖം ചേർത്തു. കഴുത്തിലെ മറുകിൽ പതിയെ ഒന്ന് ഊതിവിട്ടു. അതുവരെ അനുഭവിച്ച എല്ലാ മുറിവുകളും കരിഞ്ഞുണങ്ങിയിരുന്നു. പതിയെ എന്റെ പിടച്ചിലുകൾ അവസാനിപ്പിച്ചു തുടങ്ങി. ഏട്ടന്റെ കൈകൾ അയഞ്ഞു.
എന്റെ വിരൽത്തുമ്പുകൾ ആ മുടിയിൽ പരതി നടന്നു. ശ്വാസമെടുക്കാൻ പോലും മറന്ന നിമിഷങ്ങൾ. മുഖം പിൻവലിച്ചു. കുറച്ചു നേരം ഏട്ടൻ എന്നെ നോക്കിയിരുന്നു. മുഖത്തെ പ്രകാശം മറച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ അന്നേരം. കാശിയേട്ടന് മുഖം കൊടുക്കാതെ ഞാൻ മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. മുഖത്ത് കുറച്ച് കൃത്രിമ ദേഷ്യവും കാണിച്ചു. അങ്ങനെ എളുപ്പമൊന്നും ഈ പിണക്കം തീർക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അന്നു മുഴുവൻ ഞാൻ ഉറക്കം നടിച്ചു കിടന്നു. പിന്നീട് കാശിയേട്ടനെ ശ്രദ്ധിക്കാനേ പോയില്ല. എന്റെ അടുത്ത് നിന്നും മാറാതെ എന്നെ ചുറ്റിപ്പറ്റി ഏട്ടൻ നടക്കുമ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചിരിക്കുകയായിരുന്നു. പുറമെ പരിഭവം കാണിച്ച് ഹോസ്പിറ്റൽ വിടുന്നവരെ അമ്മു അത് തുടർന്നു. കാശിയേട്ടന്റെ നോട്ടം പോലും എന്റെ മേൽ പതിയാതെ ഞാൻ മാറി നടന്നു. ഒരു പക്ഷെ അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നഷ്ടമായിരുന്നത് കാശി എന്ന സൗഭാഗ്യത്തെയായിരുന്നു. ഒരു ദിവസം കടലിൽ കിടന്ന് എന്തോ വായിക്കുകയായിരുന്നു. വാതിലിൽ കുറ്റി വീഴുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചത്. മുന്നിൽ കാശിയേട്ടനെ കണ്ടപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. എന്താ, നിങ്ങൾ പുറത്തു പോ. കൈകൾ രണ്ടും കെട്ടി കാശിയേട്ടൻ എന്നെ തന്നെ നോക്കി നിന്നു. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോയിക്കോളാം. അത്രയും പറഞ്ഞ് പുറത്ത് കടക്കാൻ നോക്കിയ എന്നെ ഏട്ടൻ ബലമായി ഡോറിൽ ചേർത്ത് നിർത്തി. അമ്മു, മതിയടെ ഈ ഒളിച്ചുകളി. വെയ്യട ഇനി ഇങ്ങനെയൊക്കെ. നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കാനും സ്നേഹിക്കാനും ഒക്കെ എനിക്കിപ്പോ ഒരു കൊതിയാണ്. എന്റെ ഉള്ളുരുകുന്നത് നീ അറിയുന്നില്ല കുഞ്ഞെ. ആ വാക്കുകൾ എന്നെ പൂർണ്ണയാക്കുകയായിരുന്നു. എന്റെ ഉള്ളും പിടഞ്ഞിരുന്നു, അതും ഉരുകിയിരുന്നു. ഞാൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ആ മുഖത്ത് സങ്കടം മിന്നിമായുന്നത് കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. പതിയൊന്നും മിണ്ടാതെ ഏട്ടൻ മുറിവിട്ടിറങ്ങാൻ തുടങ്ങിയപ്പോ എന്തോ സങ്കടം തോന്നി അമ്മുവിന്. ആ കയ്യിൽ മുറുകെ പിടിച്ചു. അല്ല, എന്തിനാ ഇപ്പൊ വന്നത്? ഒന്ന് കാണാൻ തോന്നി. നിനക്ക് തോന്നാറില്ലേ എന്നെ കാണാൻ? ഇല്ല. വേറെ എവിടെയോ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണുകളിൽ നോക്കി പറ. അതിന് എനിക്ക് കഴിയുമായിരുന്നില്ല. പതിയെ ഞാൻ പുറംതിരിഞ്ഞു നിന്നു. എന്റെ ശ്വാസനിശ്വാസങ്ങൾ കൂടി. അവനു വേണ്ടി പകുത്തു നൽകിയവളല്ലേ ഞാൻ. പതിയെ ഏട്ടൻ എന്നോട് ചേർന്ന് നിന്നു. മുന്നിലെ കണ്ണാടിയിൽ പുഞ്ചിരിക്കുന്ന മുഖം ഞാൻ കണ്ടു. തോളിലേക്ക് വീണ് കിടക്കുന്ന എന്റെ മുടിയിഴകൾ പതിയെ വിരലുകൾ കൊണ്ട് കാശിയേട്ടൻ വകഞ്ഞു മാറ്റി. ചെവിയോട് ചുണ്ടുകൾ ചേർത്ത് അടുപ്പിച്ചു. രണ്ടാമതൊരു വട്ടം കൂടെ ഞാൻ ആ കടം തീർത്തോട്ടെ, തിരിച്ചു തരട്ടെ ഞാനത്. മറുപടി പറയുന്നതിന് മുമ്പേ കാശിയേട്ടൻ എന്റെ ചെവിയിൽ ചെറുതായി ഒന്ന് കടിച്ചു. ആ ചെറുനോവിൽ എന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. തിരിഞ്ഞു നിന്ന് ഏട്ടനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇനിയും വയ്യ അകറ്റി നിർത്താൻ. ജീവനും ജീവിതവും ആ കാൽക്കീഴിൽ സമർപ്പിച്ചതാണ്. മുഖം മൂടുന്ന ചുംബനങ്ങൾക്കിടയിലാണ് കണ്ണുനീരിന്റെ ഉപ്പുരസം രുചിച്ചത്. പതിയെ മുഖമുയർത്തി ഏട്ടനെ നോക്കി. ആ മിഴികൾ നിറഞ്ഞിട്ടുണ്ട്. എന്തുപറ്റി? കരഞ്ഞു കലങ്ങിയ മുഖത്തിലെ പുഞ്ചിരി പടർത്തി കാശിയേട്ടൻ എന്നെ ഒന്ന് നോക്കി. ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഈ കണ്ണുകൾ ഇറനണിഞ്ഞത്? പതിയെ കാശിയേട്ടൻ എന്റെ മാറിലേക്ക് ചാഞ്ഞു. ആ കണ്ണുകൾ ഇപ്പോഴും തോർന്നിട്ടില്ല. ആ മുടിയിഴകളെ പതിയെ തലോടി. കണ്ണുനീരിന്റെ തോത് കൂടിക്കൂടി വന്നു. എന്താ കാശിയേട്ടാ, നിന്റെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ അർഹനാണോ? എന്തോ നിന്റെ ഈ സ്നേഹം ഇപ്പോഴും എന്നെ വീർപ്പ് മുട്ടിക്കുന്നു. തിരിച്ചെങ്ങനെ സ്നേഹിക്കണമെന്ന് എനിക്കറിയില്ല. കാശി പതിയെ പറഞ്ഞു. ഈ സാമീപ്യത്തിൽ പോലും ഞാൻ പ്രണയം കാണുന്നു. എന്തിനാണ് പ്രണയം പ്രകടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ നിങ്ങളോട് പ്രണയം പറയുന്നതിന് മുന്നേ എന്റെ കണ്ണുകളിലും സാമീപ്യത്തിലും നിങ്ങൾ പ്രണയം കണ്ടിരുന്നില്ലേ? എന്തിന് നിങ്ങളുടെ ഓരോ നോട്ടത്തിലും ഞാൻ പൂത്തുലഞ്ഞിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തിരിച്ച് നിങ്ങൾ എന്നോട് ഇഷ്ടം പറയുന്നതിന് മുന്നേ ഞാനും കണ്ടിരുന്നു നിങ്ങളുടെ കണ്ണുകളിലെ പ്രണയാഗ്നി. പ്രണയം പറയാൻ വാക്കുകൾ അശക്തരാണ്, നാവുകൾ ബലഹീനമാണ്. മിഴികൾക്ക് മാത്രമേ പ്രണയാഗ്നിയെ വരച്ചു കാട്ടാൻ കഴിയൂ. ഏട്ടൻ ഒന്നൂടെ എന്നെ ഇറുകെ പുണർന്നു. കുറച്ചു നേരം ഞങ്ങൾക്ക് മാത്രമായ നിമിഷങ്ങൾ. എത്ര സ്നേഹിച്ചാലും പുണർന്നാലും മതിവരാത്തൊരവസ്ഥ. പ്രണയം അതിന്റെ തീവ്രതയിൽ എത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് പകുത്തു നൽകാൻ എന്റെ ജീവൻ മാത്രം ബാക്കി. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ശരീരം കൊണ്ട് ഞങ്ങൾ പരസ്പരം അകന്നു മാറി. പക്ഷെ ഹൃദയങ്ങൾ പരസ്പരം വേഴി പടർത്തിയിരുന്നു. അതിനി അകലമില്ല. പൊയ്ക്കോട്ടെ ഞാൻ. മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു കാശിയേട്ടനോട്. മുറി വിട്ടിറങ്ങുമ്പോൾ മനസ്സ് അവളുടെ അടുത്തായിരുന്നു. ഒരു തരം ഭ്രാന്തമായി മാറിയിരിക്കുന്നു അവൾ. അല്ലെങ്കിലും ആണത്തം ഉള്ളിൽ നിറഞ്ഞ കാലം മുതൽ അവളോട് തന്നെയായിരുന്നല്ലോ ഭ്രാന്തമായ സ്നേഹം. പിന്നീടുള്ള കുറച്ചു ദിവസങ്ങൾ അവളെ കാണാൻ കഴിഞ്ഞില്ല. പ്രണയം എന്ന വാക്കിനപ്പുറം ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്നു. സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാനുള്ള രാത്രികളായിരുന്നു പിന്നീട് അങ്ങോട്ടും. അകന്നിരിക്കുമ്പോൾ ഇഷ്ടം കൂടി വരുന്ന പോലെ തോന്നി. ടൗണിൽ പോവാനുള്ള ദിവസങ്ങൾ അടുക്കുംതോറും മനസ്സിലൊരു വിങ്ങലായിരുന്നു. ഒരു നിമിഷം പോലും അവളില്ലാതെ കഴിയുന്നില്ല.
ആ നെഞ്ചിന് ചൂടേറ്റൊന്ന് നിൽക്കാൻ കൊതിയായിരുന്നു. ആ ചാരക്കണ്ണുകളിലെ ഓരോ നോട്ടത്തിലും എന്നിലെ പെൺമയുടെ പൂർണ്ണത കൈവരിക്കുകയായിരുന്നു ഞാൻ. ഇന്ന് പോകുന്നതിന് മുന്നേയായി കാശിയേട്ടനെ ഒന്ന് കാണാൻ ഉള്ളുദിച്ചിരുന്നു. മോതിരമാറ്റം കഴിഞ്ഞതുകൊണ്ട് വിവാഹം വരെ ഏട്ടന്റെ വീട്ടിലേക്ക് പോവരുത് എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഒരു നോക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് യാത്ര പറയാതെ ഞാൻ തിരിച്ചാ ശ്വാസം എവിടെ ഇട്ടുപോകുന്ന പ്രതീതിയായിരിക്കും. കുളപ്പടവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാശിയേട്ട അടുത്തുള്ള പോലെ ഒരു തോന്നലാണ്. അദ്ദേഹത്തെ പ്രണയിച്ചതിനും മറ്റുമെല്ലാം ഈ കൽപ്പടവുകൾ കൂടെ സാക്ഷിയാണ്. മഴ പെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളെ പുലുകി കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കാറ്റിന്റെ ദിശ മാറുമ്പോൾ മുഖത്തേക്കടിക്കുന്ന ഈറൻ ആസ്വദിക്കാൻ എന്ന വണ്ണം അമ്മു കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇടയ്ക്കിടെ ആ തെമ്മാടിത്തന്നൽ എന്റെ നനുത്ത അതരങ്ങളെയും തൊട്ടുരുമ്മി പോകുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ പുതുവെണ്ണിനെ നനച്ച ഗന്ധം കാറ്റിൽ പടർന്നുകൊണ്ടിരുന്നു. അതിനേക്കാൾ പ്രണയാർദ്രമായി മറ്റൊരു ഗന്ധമുണ്ടോ? അറിയില്ല. ഉണ്ടല്ലോ. എനിക്ക് മാത്രമായി. എന്റെ കാശിയേട്ടന്റെ ഗന്ധം. അതിലല്ലേ ഞാൻ കൂടുതൽ പ്രണയപരവശയാകുന്നത്. മഴ കൊണ്ട് ദേഹം മുഴുവൻ നനഞ്ഞു കുതിർന്നു. മുടിയിഴകൾ മുഖത്തും കഴുത്തിലുമായി ഒട്ടിച്ചേർന്ന് നിൽപ്പുണ്ട്. കൽപ്പടവ് കയറുമ്പോൾ പിന്നിലൂടെ ആരോ ശക്തിയായി പുണർന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ ആ നെഞ്ചിടിപ്പിന്റെ താളത്തിൽ നിന്നും ആളെ മനസ്സിലായി. ഒന്നും മിണ്ടാതെ ആ നെഞ്ചിൽ ചാരി നിന്നു. പതിയെ കാശിയേട്ടൻ എന്നെ തിരിച്ചു നിർത്തി. എന്തോ കണ്ണുകളിൽ നോക്കാൻ കഴിയുന്നില്ല. ചൂണ്ടുവിരൽ കൊണ്ട് പതിയെ കാശിയേട്ടൻ എന്റെ മുഖം പിടിച്ചുയർത്തി. ആ ചാരക്കണ്ണുകൾ കൂടുതൽ പ്രകാശിക്കുന്ന പോലെ തോന്നി. എന്താടോ ഇവിടെ സ്വപ്നം കാണുകയാണോ? ഒരു കള്ളച്ചിരിയിൽ കാശിയേട്ടൻ ചോദിച്ചു. ഇത്രയും ദിവസം കാണാതിരുന്ന ഒരു പരിഭവം ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ആ മുഖത്ത് സങ്കടം ഇല്ലാത്ത പോലെ തോന്നി. ആ സ്വപ്നം കാണുകയായിരുന്നു ഹരിയേട്ടനെ. അങ്ങനെ കിട്ടിയാ മതിയായിരുന്നു. നീ പറഞ്ഞിട്ടെന്താ? അബദ്ധം പറ്റിയില്ലേ? കാശിയേട്ടൻ കൈകളിൽ നിന്ന് എന്റെ കൈ സ്വതന്ത്രമാക്കി. എങ്കിൽ ഞാൻ ധന്യക്കൊരു ജീവിതം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അത്രയും പറഞ്ഞു തീർന്നപ്പോ ആ നുണക്കുഴി കവളിൽ ചിരി പടരുന്നത് ഞാൻ കണ്ടു. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഞാൻ ഏട്ടനെ തിരിച്ചു നിർത്തി. ആ നെഞ്ചിൽ ആഞ്ഞു തല്ലിക്കൊണ്ടിരുന്നു. ദേഷ്യം കൺകോണിലൂടെ മിഴുനീറായി പെയ്തിറങ്ങി. പെട്ടെന്ന് ഏട്ടൻ എന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. പൊഴിഞ്ഞു തുടങ്ങിയ കണ്ണുനീർ തുള്ളികൾ അതരങ്ങളാൽ ഏട്ടൻ ഒപ്പിയെടുത്തു. നനഞ്ഞു വിറച്ചിരിക്കുന്ന ദേഹത്തെ കുളിർ ഏട്ടന്റെ ശരീരത്തിലെ ചൂടേറ്റി വാടി തുടങ്ങിയിരുന്നു. നിന്നല്ലാതെ മറ്റാരെങ്കിലും ഈ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പുണ്യമാണ് നീ. അത്രയും സ്നേഹമാണ് എന്നോട്. മറുപടിയായി ഏട്ടൻ ഒന്ന് ചിരിച്ചു. എപ്പോഴും സ്നേഹാണ്. ചില നേരങ്ങളിൽ അത് കരകവിഞ്ഞൊഴുകും. ആ കണ്ണുകളിൽ കുസൃതി വിരിയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനാവാതെ ഞാൻ പതിയെ മുഖം തിരിച്ചു. എന്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഏട്ടൻ എന്നെ തന്നെ നോക്കി നിന്നു. ഒരിക്കൽ വേദനകൾ മാത്രം തന്നതിന് ഇരട്ടിയായി ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നു. അതേ അളവിൽ തിരിച്ചു കൊടുക്കാൻ ഞാൻ ഇന്ന് അശക്തിയാണ്. കാലത്തിന്റെ ചക്രങ്ങൾ ഉരുണ്ടു നീങ്ങി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വഴിമാറി. അമ്മയുടെ ടൗണിലെ പഠനം പൂർത്തിയായപ്പോഴേക്കും കാശിയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അവന്റെ കഠിനാധ്വാനം വെറുതെയായില്ല. PSC റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ടായ കാശിയെ തേടി സർക്കാർ ജോലിയിൽ നിയമന ഉത്തരവെത്തി. ഗസറ്റ് റാങ്കിലുള്ള നല്ലൊരു ജോലി, അതിലൂടെ കൈവന്ന സാമ്പത്തിക ഭദ്രത, കാശിയുടെയും അമ്മയുടെയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പൂർണ്ണമായും പടിയിറങ്ങിപ്പോയി. പഴയ ചെറിയ വീട് മൂടിപ്പിടിപ്പിച്ച് വലിയൊരു ഭംഗിയുള്ള തറവാടാക്കി അവൻ മാറ്റിപ്പണിതു. എന്നാൽ എത്ര ഉയരങ്ങളിൽ എത്തുമ്പോഴും അവൻ ചിറ്റേടത്ത് തറവാടിനോടും മാധവൻ പിള്ളയോടുമുള്ള ബഹുമാനവും നന്ദിയും കാത്തു സൂക്ഷിച്ചു. അമ്മ ഫോണിലൂടെയും അപൂർവമായി നേരിട്ട് കണ്ടപ്പോഴും കൈമാറിയ പ്രണയം കാശിയുടെ ഉള്ളിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ചിറ്റേടത്ത് തറവാട് മംഗളവാദ്യങ്ങളാൽ മുഖരിതമായി. കസവു സാരിയിൽ തുളസിക്കതിരും മുല്ലപ്പൂവും ചൂടി കണ്ണുകളിൽ കനവുകളുമായി നിൽക്കുന്ന അമ്മയ മണ്ഡപത്തിൽ തുളസിമാല അണിഞ്ഞു നിൽക്കുന്ന കാശിയുടെ അരികിലേക്ക് അവൾ നടന്നെടുത്തു. കാശിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വിറയൽ ഭയത്താലായിരുന്നില്ല. വർഷങ്ങളായി ഉള്ളിൽ ഒതുക്കിയ പ്രണയം പൂവണിയുന്നതിന്റെ ആനന്ദത്തിലായിരുന്നു. താലികെട്ടിന്റെ ശുഭമുഹൂർത്തത്തിൽ മാധവൻ പിള്ളയുടെയും നാടൻ നഗയും അനുഗ്രഹത്തോടെ കാശി അമ്മുവിന്റെ കഴുത്തിൽ താലി ചാർത്തി. അവളുടെ നെറുകയിൽ അവൻ ചുവന്ന സിന്ദൂരം ചാർത്തുമ്പോൾ അമ്മുവിന്റെ കണ്ണിൽ നിന്ന് ഒരു അനുഭൂതിയുടെ കണ്ണുനീർ തുള്ളി പൊഴിഞ്ഞു വീണു. കാശി പതിയെ അവളുടെ കവിളിൽ തട്ടി മനസ്സിൽ പറഞ്ഞു, ഇനി ഒരു കണ്ണുനീരും നിന്റെ കണ്ണിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല അമ്മു. വിവാഹം കഴിഞ്ഞ് നാട്ടുകാരെയും ബന്ധുക്കളെയും യാത്രയാക്കി കാശിയുടെ പുതിയ വീട്ടിലേക്ക് അമ്മു ആദ്യമായി വലതുകാൽ വെച്ച് കയറി. നിലവിളക്കിന്റെ പ്രഭയിൽ അവളുടെ മുഖം കൂടുതൽ തിളങ്ങി. രാത്രി ഏറെ വൈകിയിരുന്നു. മുറിയിൽ കട്ടിലിൽ ഇരിക്കുമ്പോൾ അമ്മുവിന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. ജനലിലൂടെ കുളിർക്കാറ്റ് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് കാശി അകത്തേക്ക് കടന്നു വരുന്നത്. നീല കുർത്തയും മുണ്ടുമായിരുന്നു അവന്റെ വേഷം. അവനെ കണ്ടതും അമ്മു പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. താലിയും കയ്യിലെ വളകരും കൂട്ടിയിടിച്ച് ചെറിയൊരു ശബ്ദമുണ്ടായി.
കാശിയുടെ കണ്ണുകളിലും കുസൃതിയും അതിലേറെ പ്രണയവും നിറഞ്ഞു നിന്നിരുന്നു. അവൻ പതിയെ വാതിൽ കുറ്റിയിട്ടു. എന്താടോ, ഇത്രയും വർഷം എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത ആ പഴയ അമ്മു എവിടെ പോയി? ഇപ്പൊ എന്തത്ര ഭയം? കാശി ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. എനിക്ക് ഭയമൊന്നുമില്ല, അമ്മു മുഖം തിരിച്ചു പറഞ്ഞു. കാശിയുടെ ശക്തമായ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ വരിഞ്ഞു മുറുക്കി. അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി മാറി. എനിക്ക് കുറച്ച് കടങ്ങൾ കൂടി തീർക്കാനുണ്ട്. കാശി അവളുടെ ചെവിയോരം ചേർന്ന് മന്ത്രിച്ചു. ആ വാക്ക് കേട്ടതും അമ്മുവിന്റെ ഉള്ളിലെ പഴയ ഓർമ്മകൾ ഉണർന്നു. അവൾ കാശിയുടെ നെഞ്ചിലേക്ക് കൈകൾ വെച്ച് അവനെ പിന്നോട്ട് തള്ളാൻ നോക്കി. കാശിയേട്ട, വേണ്ട, കളിയാക്കണ്ട. പക്ഷെ കാശി അവളെ വിട്ടില്ല. അവൾക്ക് രക്ഷപ്പെടാൻ വഴികളില്ലായിരുന്നു. അവൻ അവളുടെ മേൽച്ചുണ്ടിനും കവിളിനും പ്രണയം ചാലിച്ച ചുംബനങ്ങൾ കൊണ്ട് മൂടി. നിന്നെ കാണാതെ, നിന്റെ ശബ്ദം കേൾക്കാതെ ഞാൻ കഴിച്ചുകൂട്ടിയ ഓരോ രാത്രികൾക്കും എനിക്ക് പകരം വേണം അമ്മു. അന്ന് ഞാൻ നിന്നോട് കാണിച്ച ക്രൂരതകൾക്ക്, ആ അവഗണനകൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. കാശിയുടെ ശബ്ദത്തിലെ ഇടർച്ച അമ്മു തിരിച്ചറിഞ്ഞു. അവൾ അവന്റെ മുഖം 2 കൈകൾ കൊണ്ടും കോരിയെടുത്തു. ആ കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നുണ്ടായിരുന്നു. അവൾ കാശിയുടെ കഴുത്തിലൂടെ കൈകൾ വിട്ട് അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. കാശിയുടെ അധരങ്ങൾ അവളുടെ നഗ്നമായ കഴുത്തിലും തോളിലും പ്രണയത്തിന്റെ മുദ്രകൾ പതിപ്പിച്ചു. അമ്മുവിന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ശരീരമാസകലം ഒരു കുളിർ കോരിയിടൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവൻ അവളെ വാരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. മുല്ലപ്പൂക്കളുടെ സുഗന്ധവും കുളിർക്കാറ്റും അവളുടെ ഹൃദയമിടിപ്പിന്റെ താളവും ആ മുറിയെ പ്രണയ സാന്ദ്രമാക്കി. എന്റെ ജീവനാണ് നീ. കാശി അവളുടെ നെറുകയിൽ ആഴത്തിൽ ചുംബിച്ചു. അത്രയും കാലം അനുഭവിച്ച വിരഹത്തിന്റെ വേദനകളുടെ അവഗണനകളുടെ മുറിവുകളെല്ലാം ആ ചുംബനങ്ങളിൽ മാഞ്ഞുപോയി. മഞ്ഞുരുകി നദിയായി ഒഴുകുന്നത് പോലെ അവർ രണ്ടാളും പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി. നേരം പുലരാറായിരുന്നു. ജനലിലൂടെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മുറിയിലേക്ക് എത്തി നോക്കി. കാശിയുടെ വിസ്താരമുള്ള നെഞ്ചിൽ തല വെച്ച് പ്രണയത്തോടെ ഉറങ്ങുന്ന അമ്മു. അവളുടെ മുടിയിഴകൾ കാശിയുടെ മുഖത്ത് കിടന്നിരുന്നു. കണ്ണുകൾ തുറന്ന് കാശി തന്റെ കൈകളിൽ ഭദ്രമായി കിടക്കുന്ന തന്റെ പ്രാണനെ ഒന്ന് നോക്കി. അവളുടെ നെറ്റിയിലെ സിന്ദൂരം അല്പം മാഞ്ഞിരുന്നു. അവൻ പതിയെ തന്റെ വിരൽ കൊണ്ട് അവിടെ ഒന്ന് തൊട്ടു. അമ്മു കണ്ണുകൾ തുറന്നു. മുന്നിൽ തന്റെ പ്രണയത്തെ കണ്ടപ്പോ അവളുടെ ചുണ്ടിൽ സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ കാശിയേട്ട ഇങ്ങനെ നോക്കുന്നത്? അവൾ അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ഉറപ്പുവരുത്തിയതാ. അന്ന് ആൽത്തറയിൽ വെച്ച് നിന്നെ ഞാൻ ആവോളം വേദനിച്ചപ്പോഴും എന്റെ മനസ്സ് വിങ്ങുകയായിരുന്നു അമ്മു. എന്തെങ്കിലും നിന്നെ എന്റെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. അമ്മു പതിയെ എഴുന്നേറ്റ് അവന്റെ നെഞ്ചിലേക്ക് പടർന്നു കിടന്നു. കാശിയേട്ടൻ എത്ര മുഖം തിരിച്ചു നടന്നാലും എനിക്കറിയാമായിരുന്നു ഈ ഹൃദയം എനിക്കുള്ളതാണെന്ന്. സ്നേഹം വലിപ്പച്ചെറുപ്പം നോക്കിയല്ല ഉണ്ടാവുന്നത്, മനസ്സറിഞ്ഞ് നൽകേണ്ടതാണെന്ന് അന്ന് കാശിയേട്ടൻ പറഞ്ഞില്ലേ, അത് ഞാൻ എന്നും ഓർക്കുന്നുണ്ടായിരുന്നു. കാശിയുടെ വിരലുകൾ അവളുടെ മുടിയിഴകളെ വീണ്ടും തലോടി. ഇനി എങ്ങോട്ടും പോവണ്ട. എന്റെ തണലായി, എന്റെ വീടിന്റെ ഐശ്വര്യായി നീ ഇവിടെ ഉണ്ടാവണം. നന്ദികേടോർത്ത് പ്രണയം ഒളിപ്പിച്ചു വെച്ച ആ പഴയ കാശി മരിച്ചു. ഇനി നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പുതിയ കാശിയേ ഉള്ളൂ. അമ്മു അവന്റെ ചുണ്ടുകളിൽ തന്റെ വിരലമർത്തി. ഇനി വാക്കുകൾ വേണ്ട കാശിയേട്ടാ. നമ്മുടെ പ്രണയത്തിന് ഒരായുസിന്റെ മുഴുവൻ കാവലുണ്ട്. അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കിടന്നു. കാശി അവളെ ചേർത്ത് പിടിച്ചു. പുറത്ത് പുതുമഴ പെയ്തു തോർന്ന നാട്ടിൻ വഴികളിൽ പുതിയൊരു പുലരി പിറക്കുന്നുണ്ടായിരുന്നു. ചിറ്റയിടത്തെ കാര്യസ്ഥന്റെ മകനും രാജകുമാരിയായ അമ്മുവും തങ്ങളുടെ വിരഹത്തിന്റെ നാളുകൾക്ക് വിരാമമിട്ട് പ്രണയത്തിന്റെ അനന്തമായ ലോകത്തേക്ക് ഒന്നിച്ച് നടന്നു തുടങ്ങുകയായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.